നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ അടുത്ത ദിവസമെങ്ങാനും നിങ്ങളുടെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചോ? ഇല്ല. എന്നാൽ ഒരു മരണം നടന്നിട്ടുണ്ട്. ആരെ സ്വാമി? അതൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്ക് ആ പഴയ മീനാക്ഷിയാണ് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ ചിരിച്ചു കളിച്ച് പുറകെ നടക്കുന്ന മീനാക്ഷി. എന്ത് സ്മാർട്ടായിരുന്നു. താൻ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വാടോ. മീനാക്ഷി, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, സ്നേഹം തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അതെ, കൊടുക്കാൻ മാത്രമല്ല കിട്ടാനും കൂടി ഉള്ളതാ സ്നേഹം. എന്റെ മീനാക്ഷി എന്നോട് എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു. വിശ്വാസമാണ് സ്വാമി. ഇതൊക്കെ കേട്ടിട്ട് ഞാനാകെ ഭയന്നിരിക്കുക. ഇതിന് മറ്റു പരിഹാരങ്ങളൊന്നുമില്ലേ സ്വാമികളെ? നമുക്ക് അർബുദം പോലെയുള്ള മഹാവ്യാധികൾ വന്നാൽ എന്താ ചെയ്യുക? ആ ഭാഗം മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ കരിച്ചു കളയും. അതുപോലെ മുറിച്ചു മാറ്റണം. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? അപശകുനമായ മരുമകളെ പുറത്താക്കി തറവാട്ടിൽ ശുദ്ധികലശം ചെയ്യണം. ശുദ്ധികലശമെന്നൊക്കെ പറഞ്ഞ് വലിയ ചടങ്ങുകളൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പുണ്യാഹം വാങ്ങി തളിച്ചാൽ മതിയാകും. എന്നിട്ട് കൊച്ചുമകനെ ആചാരപ്രകാരം മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കണം. നിലവിലുള്ള മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ തറവാട്ടിൽ സർവനാശമായിരിക്കും ഫലം. ഇതിനപ്പുറം ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ എനിക്കാവില്ല. വേണ്ട, ഞാനിതിനൊന്നും പ്രതിഫലം വാങ്ങാറില്ല. നിൽക്കൂ. അയ്യോ കാർത്തിട്ട, അയ്യോ കാർത്തിട്ട. കാർത്തിട്ട ചേട്ടാ, ഒന്ന് വരണേ. കാർത്തിട്ട, കാർത്തിട്ട. അയ്യോ, ബോധമില്ലല്ലോ. ആ വണ്ടി മനഃപൂർവ്വം ഇടിപ്പിച്ചതാ. കാർത്തിട്ട,
അയ്യോ കാർത്തിയേട്ടാ, കാർത്തിയേട്ടാ. ആരെങ്കിലും ഒരാൾ വണ്ടി എഴുന്നേൽക്ക് കാർത്തിയേട്ടാ, കാർത്തിയേട്ടാ. ഈ അടുത്ത ദിവസമെങ്ങാനും നിങ്ങളുടെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചോ? ഇല്ല. എന്നാൽ ഒരു മരണം നടന്നിട്ടുണ്ട്. ആര് സ്വാമി? അതൊന്നും എന്നോട് ചോദിക്കരുത്. നാം നമ്മുടെ ദിവ്യദൃഷ്ടിയിൽ കാണുന്നതൊന്നും ഒരിക്കലും തെറ്റാറില്ല. ചിലപ്പോ ഏതെങ്കിലും ബന്ധുക്കളാവാം. വെക്കൊള്ളൂ. അയ്യോ കാർത്തിയേട്ടാ, അയ്യോ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്. എന്താ എന്താ എന്ത് പറ്റിയതാ? ആക്സിഡന്റ് പറ്റിയതാ. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വണ്ടി എടുക്ക്. വേഗം എടുത്തോ. പിടിക്ക് ശ്രദ്ധിച്ച്. കുറച്ച് വേഗം. വേഗമൊന്നും വേണ്ട, സാവധാനം സമയമെടുത്ത് പോയാ മതി. ഇനി തിരക്കിട്ട് പോയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും പറ്റാൻ. നോക്കണ്ട, എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ളതാ. ചെമ്പകമംഗലത്ത് പിറന്നുപോയതിന്റെ പേരില് അതിങ്ങളെ അനാഥയാക്കാൻ പറ്റില്ല. എപ്പോഴും പറയുമല്ലോ എന്റെ തറവാടിന് പേരും പെരുമയൊക്കെ കുറവാണെന്ന്. ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. പത്രാസ്ത്രീ കുറഞ്ഞാലും ഇതുപോലത്തെ പട്ടമരണമൊന്നും അവിടെ കുടിയുറപ്പില്ല. എന്തായാലും എന്റെ ജഗദീഷ് ചേട്ടന് ഇതുവരെ ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ വിളിച്ചുറപ്പാക്കി. എപ്പോഴാ താലിയേറ്റ് പോവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉള്ളത് പറഞ്ഞേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.